ലൈവ് അപ്ഡേറ്റ്. ഇന്നലെയാണെങ്കിൽ ആ മൈജി കോർണറിൽ ഇരുന്ന് ആദിലയും നൂറയും അനുമോളും കൂടെ രാത്രി സംസാരിക്കുന്നുണ്ട്. എന്താ വിഷയം എന്നറിയാവോ? നമ്മുടെ ഈ PR വർക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പർ അന്നേരം പറഞ്ഞില്ലേ നമ്മുടെ അനുമോള് 2 പെട്ടി നിറയെ ഡ്രസ്സുകൾ വന്നാൽ അത് മൊത്തം പാക്ക് ചെയ്യാറില്ല. വളരെ കുറച്ച് മാത്രമേ പാക്ക് ചെയ്യത്തുള്ളൂ. അത് അനുമോൾക്ക് PR വർക്ക് ഉള്ളതുകൊണ്ട് പോകത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അക്ബർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞാണ് പുള്ളിക്കാരത്തി സംസാരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ബിന്നി പറയുന്നുണ്ടല്ലോ, പിന്നെ 16 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും ബാക്കിയുള്ള തുക ഇനി വരുമ്പോൾ പ്രൈസ് കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കുമെന്നും പറഞ്ഞ PR വർക്കിലാണ് അനുമോള് നിൽക്കുന്നതെന്നും ബിന്നി പറഞ്ഞില്ല. അതിനും പുള്ളിക്കാരത്തി പറയുന്ന കാരണം എന്ന് പറയുന്നത് തനിക്ക് 35 ലക്ഷം രൂപ കടമുണ്ടെന്നും അത് അടയ്ക്കാൻ പോലും തനിക്ക് പറ്റാത്ത അവസ്ഥയാണെന്നും ആ താൻ എങ്ങനെയാണ് ഇത്രയും പൈസ അവർക്ക് കൊടുത്തിട്ട് ഇവിടെ വരുന്നതെന്നും പുള്ളിക്കാരത്തി പറയുന്നു. പുള്ളിക്കാരത്തി പറയുന്നത് തനിക്ക് വന്നിട്ടുള്ള ഡ്രസ്സുകളെല്ലാം അങ്ങനെ പാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് താൻ പാക്ക് ചെയ്യാത്തതെന്നും അങ്ങനെ പിന്നെ കടങ്ങൾ മേടിച്ച് PR വർക്ക് ചെയ്ത് പ്രൈസ് വാങ്ങേണ്ട ആവശ്യം തനിക്കില്ലെന്നും പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, എനിക്കുള്ള കടങ്ങളെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. ഒരിടത്തുനിന്ന് പരിപാടിയിൽ പോലും ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാമായിരുന്നു. നിങ്ങളോട് പോലും എനിക്ക് കടമുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് അതിൽ മൈക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ തനിക്ക് ഇത്രയും കഷ്ടപ്പാടും ദുരിതവും ഉണ്ടെന്ന കാര്യം പുറത്താരോടും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. വേണമെങ്കിൽ എനിക്കത് പുറത്ത് പറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ സിമ്പതി ക്രിയേറ്റ് ചെയ്ത് തനിക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ടൊന്നും താൻ പറയാത്തതെന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. പക്ഷെ അനുമോളൊരു കാര്യം മനസ്സിലാക്കണം. അനുമോൾ അന്ന് പറഞ്ഞിരുന്നു, തുടക്കത്തിൽ പലരോടും പറഞ്ഞത് താൻ PR വർക്ക് അത് തമാശയ്ക്ക് പറഞ്ഞാണോ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്ന് അറിയത്തില്ല. പുള്ളിക്കാരത്തി പറഞ്ഞിട്ട് തനിക്ക് PR ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടല്ലോ. അതാണ് പുള്ളിക്കാരത്തിക്ക് പണിയായിട്ട് മാറിയത്. പുള്ളിക്കാരത്തിയുടെ വായിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അത് തമാശക്കാണ് പറഞ്ഞെന്ന് ആണെന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷെ അതാണ് പുള്ളിക്കാരത്തിയുടെ പണിയായിട്ട് മാറിയിരിക്കുന്നത്.